സിലബസ് കവർ ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ടോപ്പ് റാങ്ക് ലഭിക്കത്തുള്ളൂ. നമ്മുടെ കേരള PSCക്ക് എക്സാമിന് ചോദിക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ആക്ച്വലി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു മെഗാ ടെസ്റ്റ് സീരീസ്. ലോകത്ത് എവിടെ ഇരുന്ന് വേണമെങ്കിലും ഈ എക്സാം അറ്റൻഡ് ചെയ്യാം. എൻ്റെ കോൺഫിഡൻസ് കുറയും, എനിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ വിചാരിച്ച് പലരും എഴുതാതിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം സ്ട്രാറ്റജിയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോർ ഇംപ്രൂവ് ചെയ്യാം, നിങ്ങളുടെ റാങ്ക് ഇംപ്രൂവ് ചെയ്യാം എന്നുള്ള ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി സ്ട്രാറ്റജി കൂടി നമ്മൾ ഈ എക്സാം റിസൾട്ടിന്റെ അനാലിസിസിനോടൊപ്പം ചെയ്യുന്നതായിരിക്കും. ഹായ് ഓൾ, വെൽക്കം ടു എജ്യൂസ് അക്കാഡമി. എജ്യൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ വരാൻ പോകുന്ന കേരള PSC DME സ്റ്റാഫ് നഴ്സ് എക്സാമിന്റെ സ്റ്റഡി സ്ട്രാറ്റജി ഡിസ്കസ് ചെയ്തിരുന്ന ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. നമ്മൾ ആക്ച്വലി നമ്മുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്നുള്ള നിലയിൽ നമ്മൾ ഒരു ഓൾ ഇന്ത്യ ബേസിൽ ഒരു മെഗാ ടെസ്റ്റ് സീരീസ് നടത്തുമെന്ന് പറഞ്ഞിരുന്നു. അതായത് നമ്മുടെ DME സ്റ്റാഫ് നഴ്സ് എക്സാമിന്റെ സിലബസ് അനുസരിച്ച് സാധാരണ ആക്ച്വലി സിലബസ് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഓരോ ഏരിയയ്ക്കും വെയിറ്റേജ് ഉണ്ടല്ലേ, അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിനും വെയിറ്റേജ് ഉണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ സിലബസ് കവർ ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ടോപ്പ് റാങ്ക് ലഭിക്കത്തുള്ളൂ. സോ ആക്ച്വലി അതേ ഒരു മോഡൽ, അതായത് നമ്മുടെ കേരള PSCക്ക് എക്സാമിന് ചോദിക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ആക്ച്വലി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു മെഗാ ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ്. നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, എന്താണ് എല്ലാ സ്റ്റുഡൻസിനും, അതായത് നമ്മുടെ എജ്യൂസ് അക്കാഡമിയുടെ സ്റ്റുഡൻസിനും മാത്രമല്ല ലോകത്ത് എവിടെ ഇരുന്ന് വേണമെങ്കിലും ഈ എക്സാം അറ്റൻഡ് ചെയ്യാം. ഈ എക്സാം അറ്റൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ എക്സാം നടത്തുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് എക്സാമിന് ഇനി ഏകദേശം 2 മാസം അല്ലെ, അല്ലെങ്കിൽ 2 മാസത്തിൽ കൂടുതൽ ഏകദേശം ഒരു 65ഓളം ദിവസമുണ്ട്, ഒരു 15ഓളം സബ്ജക്ട്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ പലരും വിചാരിക്കും നമുക്ക് ഞാനൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങിയിട്ടില്ല, അപ്പം ഇപ്പോഴേ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കോൺഫിഡൻസ് കുറയും, എനിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ വിചാരിച്ച് പലരും എഴുതാതിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അവരോട് ഞാൻ പറയാണ്, നിങ്ങൾക്ക് ഈ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സാം ആക്ച്വലി ഒരുപാട് സ്റ്റുഡൻസ്, അതായത് ഈ സ്റ്റാഫ് നഴ്സ് എക്സാം അറ്റൻഡ് ചെയ്യുന്ന മിക്കവാറും എല്ലാ സ്റ്റുഡൻസും അറ്റൻഡ് ചെയ്യും അല്ലെ എക്സാം. അപ്പൊ ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന അതേ സിലബസിൽ അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ മെഗാ ടെസ്റ്റ് സീരീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ആക്ച്വലി 3 ടെസ്റ്റ് സീരീസ് ആണ് കേട്ടോ, 3 ടെസ്റ്റ് സീരീസ് ആയിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അപ്പൊ നിങ്ങൾ ഏത് ലെവൽ, അതായത് നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല, പഠിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതേ ഉള്ളൂ, അല്ല ഒരു പകുതിയൊക്കെ പഠിച്ചിട്ടുണ്ട്, അല്ല മുഴുവനും പഠിച്ചിട്ടുണ്ട്, ഏത് ഒരു നിലയിൽ നിൽക്കുന്ന കുട്ടിയാണെങ്കിലും നിങ്ങൾ ഉറപ്പായിട്ട് ഈ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സാമിന്, അതായത് നമ്മുടെ ഫൈനൽ എക്സാം അല്ലെ, കേരള PSCയുടെ സ്റ്റാഫ് നഴ്സ് എക്സാമിന് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസും അറ്റൻഡ് ചെയ്യും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് കഴിയും നമ്മുടെ പൊസിഷൻ ഇന്ന് എവിടെയാണ് അല്ലെ. അപ്പം ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ഇൻ കേസ് ഒരുപാട് താഴെ പോയാലും ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം 65 ദിവസത്തോളം ഉണ്ട്. നമ്മുടെ സ്റ്റഡി സ്ട്രാറ്റജി ഒന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ റാങ്ക് മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. അപ്പം അതുകൊണ്ട് ഞാൻ പറയാണ്, എല്ലാ സ്റ്റുഡൻസും നിർബന്ധമായിട്ടും ഈ ടെസ്റ്റ് സീരീസ് കേട്ടോ, നമ്മുടെ സ്റ്റുഡൻസ് മാത്രമല്ല, നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ടും ഈ ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുക കേട്ടോ. ആക്ച്വലി ടെസ്റ്റ് സീരീസ് വരുന്നത് ഞാൻ പറഞ്ഞു, എക്സാം ഡേറ്റ് വരുന്നത് ഒന്ന് മെയ് 14-ാം തീയതി, പിന്നെ മെയ് 16, മെയ് 18 കേട്ടോ. അങ്ങനെ 3 ദിവസങ്ങളിലാണ് നമ്മൾ ഈ എക്സാം കണ്ടക്ട് ചെയ്യുക. എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ഏത് വഴിയായിരിക്കും? നമ്മുടെ എജ്യൂസ് അക്കാഡമിയുടെ ആപ്പ് വഴിയായിരിക്കും. സോ ഈ ആപ്പിന്റെ ഡീറ്റെയിൽസ്, ഇത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം, ഇത് എങ്ങനെ ഈ എക്സാം അറ്റൻഡ് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ആ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞങ്ങൾ പിൻ ചെയ്തിരിക്കും കേട്ടോ. ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞങ്ങൾ ആ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് പിൻ ചെയ്തിരിക്കും. അപ്പൊ ഇൻ കേസ് ഇതുവരെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിർബന്ധമായിട്ട് നിങ്ങൾ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അതിൽ ഈ എക്സാമിന്റെ ഡീറ്റെയിൽസ്, അതായത് എക്സാമിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ ഈ ആപ്പ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം, എങ്ങനെ നിങ്ങൾക്ക് എക്സാം ആക്സസ് ചെയ്യണം, കൂടാതെ എക്സാമിന്റെ റിസൾട്ട് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുക കേട്ടോ. അപ്പൊ നിർബന്ധമായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, എക്സാം ഡേറ്റ് വരിക മെയ് 14, 16, 18 തീയതികളിലാണ് എക്സാം വരുന്നത്. ഞാൻ പറഞ്ഞു, നമ്മുടെ കേരള PSCയുടെ DME സ്റ്റാഫ് നഴ്സിന്റെ സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും. ടോട്ടൽ മാർക്ക് വരുന്നത് 100 മാർക്കാണ്. ടൈം വരുന്നത് 90 മിനിറ്റ്സ് ആണ് കേട്ടോ. 1.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം ആക്ച്വലി നമ്മൾ ഈ റാങ്ക്, ഇതിന്റെ ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഇത് കൂടാതെ അപ്പം നിങ്ങൾ ചോദിക്കും എന്നൊക്കെ ഇത് അറ്റൻഡ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, 14, 16, 18, അതായത് 14-ാം തീയതി എന്ന് പറഞ്ഞാൽ നാളെ രാവിലെ വെളുപ്പിന്, അതായത് 12 മണി, ഇന്ന് രാത്രി 12 മണി കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ എക്സാം അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഇന്ന് രാത്രി 12 മണി കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാം. അതുകൂടാതെ ഒറ്റ പ്രാവശ്യം മാത്രമേ അറ്റൻഡ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അതുകൂടാതെ നിങ്ങൾക്ക് 15-ാം തീയതി രാത്രി 12 മണി
മണി വരെ ഈ എക്സാം അറ്റൻഡ് ചെയ്യാം. അതായത് 14-ാം തീയതി 15-ാം തീയതി രാത്രി 12 മണി വരെ നിങ്ങൾക്ക് ഈ എക്സാം അറ്റൻഡ് ചെയ്യാം. അതുപോലെ തന്നെയാണ് ബാക്കി 2 എക്സാമും, 16-ാം തീയതി ഉള്ളതും 18-ഉള്ളതും. 16-ാം തീയതി രാത്രി 15 രാത്രി 12 മണിക്ക് മുതൽ 16 രാത്രി 12 മണി വരെ ഏത് സമയത്ത് നിങ്ങൾക്ക് ഈ എക്സാം കംപ്ലീറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ കഴിയും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഓർക്കുക, വൺസ് നിങ്ങൾ എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് പുറത്തിറങ്ങാനായിട്ട് കഴിയത്തുള്ളൂ. അല്ല എങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ആ എക്സാം സബ്മിറ്റ് ആവും. പിന്നെ സെക്കൻഡ് ടൈം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ടൈം ഉള്ളപ്പോൾ ടൈമൊക്കെ സെറ്റ് ചെയ്തിട്ട് ഈ 2 ദിവസത്തിൽ എപ്പോഴെങ്കിലും ഒരു 1.5 മണിക്കൂർ കണ്ടുപിടിച്ച് എക്സാം പൂർണ്ണമായിട്ടും അറ്റൻഡ് ചെയ്യുക. ഇത് കൂടാതെ 18-ാം തീയതിയുള്ള എക്സാം കഴിയുക 19-ാം തീയതി രാത്രി ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ എക്സാം കഴിയുന്നതിന് ശേഷം ഇതിന്റെ റിസൾട്ട്, അതായത് ഈ ടെസ്റ്റിന്റെ ഒരു അനാലിസിസ് ചെയ്യുന്നതായിരിക്കും. അതായത് ഏത് രീതിയിൽ നിങ്ങളുടെയൊക്കെ സ്കോർ എങ്ങനെയാണ്, കട്ട് ഓഫ് എങ്ങനെ വരാം, അപ്പൊ ഏതൊക്കെ രീതിയിൽ ബാക്കിയുള്ള സ്റ്റുഡൻസിന് ടോപ്പ് ആയിട്ട് നിൽക്കുന്നവർക്ക് ഓക്കെ എങ്ങനെ അത് റീറ്റെയിൻ ചെയ്യാം. കൂടാതെ അതായത് എക്സാമിന് ഒത്തിരി താഴെ നിൽക്കുന്ന കുട്ടികളുണ്ടാവും, വിദ്യാർത്ഥികളുണ്ടാവും അല്ലെ. എക്സാമിന് ഒത്തിരി താഴെ നിൽക്കുന്ന കുട്ടികളുണ്ടാവും. അവർക്ക് ഏതൊക്കെ സ്ട്രാറ്റജിയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോർ ഇംപ്രൂവ് ചെയ്യാം, നിങ്ങളുടെ റാങ്ക് ഇംപ്രൂവ് ചെയ്യാം എന്നുള്ള ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി സ്ട്രാറ്റജി കൂടി നമ്മൾ ഈ എക്സാം റിസൾട്ടിന്റെ അനാലിസിസിനോടൊപ്പം ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും നിർബന്ധമായിട്ട് ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് അറിയുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ട്, അതായത് ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. അവരെ കൊണ്ടുകൂടി ഈ എക്സാം അറ്റൻഡ് ചെയ്യിക്കുക. ഞാൻ പറഞ്ഞല്ലോ, എങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള പൊസിഷൻ മനസ്സിലാക്കാനായിട്ട് കഴിയത്തുള്ളൂ. ആ ഒരു പൊസിഷൻ നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്റ്റഡി സ്ട്രാറ്റജി ചേഞ്ച് ചെയ്യാനോ ഇംപ്രൂവ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുക. നിർബന്ധമായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയുക, അവരെ കൊണ്ട് എക്സാം അറ്റൻഡ് ചെയ്യിക്കുക കേട്ടോ. കൂടാതെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മുടെ ഈ ജൂലൈ 18-ാം തീയതി വരാൻ പോകുന്ന സ്റ്റാഫ് നഴ്സ് എക്സാമിന്റെ ക്രാഷ് കോഴ്സ് എഡ്യൂസ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. കോഴ്സിന്റെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. സോ അതിന്റെ ഈ ക്രാഷ് ബാച്ചിന്റെ അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നന്നായിട്ട് പഠിക്കുക കേട്ടോ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.